ഭാര്യമക്കൊക്കെ സുഖം തന്നെയല്ലേ? ഭാര്യമക്കൊക്കെ സുഖം തന്നെ. ഉമ്മയെ പറ്റി എനിക്കറിയില്ല. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ സിനാനെ? ഉമ്മയെ പറ്റി നിനക്കറിയില്ലേ? തൊണ്ടിയായി ചുക്കി ചുളിഞ്ഞ ആ തള്ള വീട്ടുകാർക്കൊക്കെ ശല്യമാണ്. സിനാനെ, നീ എന്തൊക്കെയാടാ പറയുന്നത്? നിനക്ക് വട്ടായോ? എനിക്ക് വട്ടൊന്നുമല്ല. ആ തള്ളയെ ഞാൻ വീട്ടിൽ നിന്ന് സേഫായ സ്ഥലത്തിലേക്ക് മാറ്റി. അതെവിടേക്കാടാ? വൃദ്ധസദനത്തിലേക്ക്. അതെന്താ, സേഫായ സ്ഥലമല്ലേ? നൗസുബില്ലാ, 10 മാസം ഗർഭം ചുമന്ന് കുഞ്ഞായിരിക്കുമ്പോൾ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ താഴെ വെച്ചാൽ ഉറുമ്പലിച്ചാലോ എന്ന് പറഞ്ഞു പോറ്റി ഉമ്മയോട് തന്നെ വേണ്ടോ ഇത്? നീ ഏത് ലോകത്താണുടാ ഉള്ളത്? ഇത് ന്യൂ ജനറേഷനാ. ഇവിടെ ഇതൊക്കെ വേണം, ഇല്ലെങ്കിൽ മാന്യമായി ജീവിക്കാൻ പറ്റില്ല. എടോ, മാന്യമായി ജീവിക്കുന്നത് മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ടല്ല. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞെന്താണെന്ന് നിനക്കറിയാമോ? എന്താ? അള്ളാഹു പറഞ്ഞു, മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മാന്റെ കാലടി പതിലാണ് സ്വർഗമെന്ന്. ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു സിദ്ദീഖ്. എനിക്ക് ഖേദം തോന്നുന്നു. ഞാനിനി എന്ത് ചെയ്യും? നീ വേഗം പോയി ഉമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്ക്. ശരി, ഞാൻ പോകാം. സിനാനെ 1 മിനിറ്റ് നിക്ക്. എന്താ സിദ്ദീഖ്? നമ്മുടെ സംഭാഷണം കേൾക്കാൻ ഇവിടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഓർക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടി കൊടുക്കാം. ഏത് പാട്ട്? ഉമ്മാന്റെ കാലടി വാതിലാണ് സ്വർഗം എന്ന ആ പാട്ട്. എന്നാൽ തുടങ്ങാം. ഉമ്മാന്റെ കാലടി വാതിലാണ് സ്വർഗം ഓർത്തോളി, അധിപതിയായി മുത്ത് മുഹമ്മദ് പൂങ്കൈലള്ളി ഉറച്ചോളി. അമ്മിഞ്ഞിപ്പാലിൻ മധുരം മറക്കാവോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തോട്ട്. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തോട്ട്. സകലം തണലാണ്, സ്നേഹക്കാവാണ് ഉമ്മ, സകലം തണലാണ്. ഉമ്മാന്റെ കാലടി പാതിലാണ് സ്വർഗം ഓർത്തോളി, അതിമതിയാ മുത്ത് മുഹമ്മദ് പൂങ്കൈലള്ളി ഉറച്ചോളി. വാ, എന്നാ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.